ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ ഇന്നലെ തന്നെ SSLC റിസൾട്ട് വന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോടു കൂടി അവരുടെ മാർക്കുകൾ പങ്കുവെക്കുന്നത് കണ്ടു. കഴിഞ്ഞ വർഷത്തെ ട്രെൻഡൊക്കെ മാറി സാധാരണ ഒരു മാർക്ക് കിട്ടിയാലും, അതായത് അറ്റ്ലീസ്റ്റ് പാസ് കിട്ടിയാലും വിദ്യാർത്ഥികൾ കൂടുതൽ സന്തോഷിക്കാൻ തുടങ്ങി, വീട്ടുകാർ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഒരു SSLC പരീക്ഷ എഴുതി കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. മറ്റൊന്നുമല്ല, ഇനി അങ്ങോട്ട് അതായത് കരിയർ പാത്തായിട്ട് വളരെ ടേണിംഗ് പോയിന്റ് എന്ന് എല്ലാവരും പറഞ്ഞ് പഠിപ്പിച്ച, അതായത് ടീച്ചർമാരൊക്കെ ആവർത്തിച്ച് പറഞ്ഞ ആ SSLCയുടെ റിസൾട്ട് വന്നതിന് പിന്നാലെ ഇനി എങ്ങോട്ട് പോകണം, ഏതെടുക്കണം, തൻ്റെ അഭിരുചി ഏതാണ് എന്നൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. SSLC കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇത്തരത്തിൽ +2 പോകാതെ ITI ഓപ്ഷൻസ് ഉണ്ട്, വേറെ തരത്തിലുള്ള തൊഴിലധിഷ്ഠിത സംഭവങ്ങളുണ്ട്, അതിലേക്ക് പോകാം. ഇനി ഒരു പക്ഷേ +2 ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൽ തന്നെ VHSC ഉണ്ട്, HSC ഉണ്ട്, അതായത് തൊഴിലധിഷ്ഠിത വൊക്കേഷണൽ ആയിട്ടുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. അതിൽ പോകണമെന്ന് കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഇനി സാധാരണ +2ലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സയൻസ് വേണോ, കൊമേഴ്സ് വേണോ, ഹ്യൂമാനിറ്റീസ് വേണോ, അതുമല്ല എങ്കിൽ മറ്റ് ചില ന്യൂജൻ സബ്ജക്റ്റുകൾ വേണോ എന്നൊക്കെ ഡൗട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. അതിൽ നിങ്ങളുടെ അഭിരുചി ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്തരത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് അയച്ചു കൊടുക്കാൻ മടിക്കരുത്. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. അപ്പോൾ മക്കളെ, കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തേത് ഇത്തരത്തിൽ ITI, അതായത് +2 അല്ലാതൊരു ഓപ്ഷൻ ചിന്തിക്കുന്നവരുടെ മുന്നിലേക്കാണ്. നിങ്ങൾക്ക് 3 ബെനിഫിറ്റ്സ് കിട്ടും അങ്ങനെ പോവുകയാണെങ്കിൽ. ആദ്യം ഒന്ന്, നിങ്ങൾ ഈ +2 പഠിക്കേണ്ട സമയം, അതായത് സാധാരണ ഒരാൾ +2 2 വർഷം പഠിച്ച് കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോയിട്ടാണ് ഒരു ജോബ് ചാൻസിലേക്ക്, ഒരു ജോലി അന്വേഷിച്ച് ഇൻ്റർവ്യൂകളിലൊക്കെ പോയി ആ ഒരു പാത്തിലേക്ക് പോകുന്നത്. പക്ഷേ +2 ഇല്ലാതെ ITI പോലുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി കിട്ടും. അതായത് നിങ്ങൾ അവിടെ പഠിക്കുന്ന ഒരു സ്കിൽഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ചുരുങ്ങിയ വർഷം കൊണ്ടാണ്. അപ്പോൾ ഈ +2 കഴിഞ്ഞിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയും അതുവഴി കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥിയും തമ്മിലൊരു വ്യത്യാസം എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടുതലായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രശ്നവുമുണ്ട്. നിങ്ങൾ ഇത്തരത്തിൽ പോകുമ്പോൾ നിങ്ങൾ സാധാരണ എല്ലാവരും നേടുന്ന പോലെ ഒരു +2 ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഡയറക്റ്റ് മറ്റൊരു സ്കിൽ ബേസ്ഡ് സംഭവം പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയുടെ പാക്കേജ് വളരെ കുറവായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് PSC പരീക്ഷയിൽ ഉൾപ്പെടെയുള്ളവയിൽ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എഴുതാൻ പറ്റില്ല. പിന്നീട് ഒരു പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോലി കിട്ടിയാലും അതിൽ നിന്ന് കിട്ടുന്ന സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഹൈക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതായത് നിങ്ങൾക്ക് ആ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ +2 ഉൾപ്പെടെ ഉള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ITI വെച്ച് പെട്ടെന്ന് ജോലി കിട്ടുമെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ്സ് വളരെ കുറവായിരിക്കും. ഇനി എന്തിനാണ്, ആരൊക്കെയാണ് ഇത് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പെട്ടെന്നൊരു ജോലി ആവശ്യമായിട്ടുള്ളവർ, അതല്ല എങ്കിൽ സ്റ്റാർട്ടപ്സ്, ആ രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖല പഠിച്ചു കഴിഞ്ഞിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, +2 എടുത്താൽ സമയം വേസ്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. അങ്ങനെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരം ഒരു കോഴ്സിലേക്ക് പോകാം. അതിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് VHSC ആണ്. VHSC എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം സാധാരണ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും പുസ്തകത്തിലുള്ളതാണ് പഠിക്കുന്നത്. അതിൽ പ്രാക്ടിക്കൽ തന്നെ, ബയോളജി സയൻസിനൊക്കെ പ്രാക്ടിക്കൽ തന്നെ വരുന്നത് +2 മാത്രമാണ്. അപ്പോൾ സാധാരണ എല്ലാവരും പഠിക്കുന്ന പോലെ നിങ്ങളത് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വളരെ കുറവാണ്. അത് കഴിഞ്ഞിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് +2 വെച്ചൊരു ജോലി, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ പഠിക്കുന്ന +2 വെച്ച് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുന്നു, പിന്നീട് ഇൻ്റർവ്യൂവും, അങ്ങനെ പല പാക്കേജുകളും കോളേജ് പ്ലേസ്മെൻറ്റുകളും ഒക്കെയാണ്. പക്ഷേ VHSC പഠിച്ചാൽ അപ്പോഴും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ സാധാരണ ഒരു +2 കോഴ്സ് പഠിക്കുന്നുണ്ട്, അതോടൊപ്പം കുറച്ചുകൂടി സ്കിൽഡായിട്ട് അതുപോലെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ ആ 2 വർഷം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടാകും എന്നതാണ്. പക്ഷേ അപ്പോഴും നിങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഫീൽഡിൽ എപ്പോഴും, അതായത് സാധാരണ മറ്റ് പരീക്ഷകൾക്കായിക്കോട്ടെ, ഹിസ്റ്ററി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം പഠിച്ചുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് അല്ലാതെ +2 പഠിച്ചിറങ്ങിയവർ തന്നെയായിരിക്കും. ഇനി ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളവർ മാത്രമാണ് VHSCയിലേക്ക് വരുന്നത്. അത് ഒരു പക്ഷേ നിങ്ങൾ 8ലോ 9ലോ പഠിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് കേൾക്കുകയും അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റ് വരികയും ചെയ്തവരായിരിക്കും VHSCയിലേക്ക് പോകുന്നത്. അതിൻ്റെ മാർക്ക് സിസ്റ്റവും ബാക്കി കാര്യങ്ങളുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു കാറ്റഗറിയിൽ ഒന്നുമില്ലാതെ, അതായത് SSLC കഴിഞ്ഞു, SSLC കഴിഞ്ഞിട്ട്
ഈ ഇത്തരത്തിലുള്ള എൻട്രൻസ് കോച്ചിങ്ങും കൂടെ ചേർന്നുള്ള സ്കൂളുകളിൽ പോയി പഠിക്കുന്നവരാണ്. അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് അത്രയധികം ആഗ്രഹമാണ് നീറ്റ്, JEE പോലുള്ള പരീക്ഷകൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിൽ തന്നെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നിങ്ങൾ അവിടെ കൊടുക്കുന്ന പൈസയും അതുപോലെ തന്നെ എടുക്കുന്ന സമയവും എഫർട്ടും ഒക്കെ ഉണ്ട്. അതിന് 100% നീതി പുലർത്തണം. കാരണം നിങ്ങളുടെ രക്ഷകർത്താക്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെ ചെയ്യണം. അതിലൊരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. സാധാരണ +1 +2 പഠിച്ച് നിങ്ങൾ സാധാരണ ഒരു നീറ്റോ JEE എഴുതി കഴിഞ്ഞാൽ കിട്ടുന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ അവർ സാധാരണ ഒരു വർഷം റിപ്പീറ്റിന് പോകും വലിയ വലിയ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അല്ലാതെയും ഒക്കെ, ചിലപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ. അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലാണ് പഠിച്ചു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ഇത്തരത്തിൽ ഉയർന്ന കോളേജുകളിലും അതുപോലെ തന്നെ പല IITകളിലും ഒക്കെ അഡ്മിഷൻ കിട്ടുവാനുള്ള, എയിംസിൽ ഉൾപ്പെടെ അഡ്മിഷൻ കിട്ടുവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ അത് പ്യുവർലി ബേസ്ഡ് ഓൺ നിങ്ങൾ എടുക്കുന്ന എഫർട്ട്, നിങ്ങൾ എടുക്കുന്ന ടൈം, നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ആരൊക്കെ എന്തൊക്കെ എടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾ 10 വരെ പഠിച്ചപ്പോൾ ഏതിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്? സാധാരണ വീട്ടിലൊക്കെ ഒരു മിക്സിയോ ഫാനോ ഇല്ലാതായി കഴിഞ്ഞാൽ ശരിയാക്കുന്ന വ്യക്തിയാണോ? അത്തരത്തിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടോ? അല്ലെങ്കിൽ ബയോളജി പരമായിട്ട് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങൾ, അതായത് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ഫിസിക്സ്, അത്തരത്തിലൊരു ശാസ്ത്രബോധം അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ക്രേസുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സയൻസ് തന്നെ എടുക്കണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പല വിദ്യാർത്ഥികളും, അതായത് സാധാരണ ഒരു 9A+, 8A+, 10A+ കിട്ടുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇനി ഒരിക്കലും കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുക്കരുത്. പതുക്കെ മാറി വരുന്നുണ്ട് എങ്കിൽ പോലും ആ ഒരു ചിന്താഗതിയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാർക്ക് പലപ്പോഴും ട്രാപ്പായിട്ട് മാറുന്നുണ്ട്. ഒരു ഉയർന്ന മാർക്ക് കിട്ടുന്ന കുട്ടി ഒരിക്കലും കൊമേഴ്സിലേക്ക് പോകരുത്, ഹ്യൂമാനിറ്റീസിലേക്ക് പോകരുത്, നിങ്ങൾ സയൻസ് തന്നെ എടുക്കണമെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിലൊരിക്കലും ആരും വഴങ്ങി കൊടുക്കരുത്. കാരണം ഇനിയുള്ള 2 വർഷം പഠിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെ എടുക്കണം, ഏതൊക്കെ സ്കൂളുകൾ വയ്ക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യും. പക്ഷേ ഈ വീഡിയോയിൽ സയൻസ് ആർക്കൊക്കെ എടുക്കാം എന്നൊരു എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു കറണ്ട് സിനാരിയോയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വിഷയമാണ് കൊമേഴ്സ്. അത് ഏറ്റവും കൂടുതൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന GST ആയിക്കോട്ടെ, ലോജിസ്റ്റിക്സ് ആയിക്കോട്ടെ, സ്റ്റാർട്ടപ്സ് ആയിക്കോട്ടെ, മറ്റ് ബിസിനസ് പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളായിക്കോട്ടെ, അത്തരത്തിലൊരു ഓണ്ടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ, പൈസയെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ, അത്തരത്തിലുള്ള കാൽക്കുലേഷൻ സ്നേഹിക്കുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊമേഴ്സിൽ കുറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക്സ് ഓഫ് മണി തന്നെ പഠിക്കാൻ പറ്റും. ഏറ്റവും വലിയ കാര്യം, അത്തരത്തിലൊരു മൈൻഡ് സെറ്റാണ് എങ്കിൽ ഈ കൊമേഴ്സ് 2 വർഷം പഠിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ടെക്സ്റ്റുകൾ വായിച്ച് പൈസയെ അടുത്തറിയാനും ബാങ്കിങ് പരമായിട്ടുള്ള ജോലികളിൽ കൂടുതൽ പ്രാവീണ്യം നേടുവാനും പിന്നീട് അത്തരത്തിൽ കൊമേഴ്ഷ്യലി ഉണ്ടാകുന്ന MBA ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ട്, ആ രീതിയിൽ കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെയാണ് എങ്കിൽ പോലും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഇപ്പോൾ +1 +2 കൊമേഴ്സ് തന്നെയാണ്. ഇനി നമുക്ക് അവസാനത്തെ ഒരു സെക്ടറിലേക്ക് വരാം. ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസിൽ തന്നെ പലതരത്തിലുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് വരുന്നതുണ്ട്, ജോഗ്രഫി വരുന്നതുണ്ട്. അത് ഓപ്ഷണൽ, പല സ്കൂളുകൾക്കനുസരിച്ചാണ് ഓപ്ഷൻസ് ഉള്ളത്. ഒരു കാര്യം ഇപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ്, ആൾക്കാരെക്കുറിച്ച് കൂടുതൽ അറിയാനാണ്, അതുപോലെ തന്നെ ഒരു IAS സ്വപ്നമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ PSC ആണ് നിങ്ങളുടെ മൈൻഡ് സെറ്റിലുണ്ട് എങ്കിൽ പോലും നിങ്ങൾ 100% ആയിട്ട് എടുക്കേണ്ടത് ഞാൻ പറയും ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. കാരണം ഇപ്പോൾ സാധാരണ ഒരു IASന് വേണ്ടിയുള്ള പ്രിപ്പറേഷന് പോകുമ്പോൾ പോലും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഹിസ്റ്ററിയിലും അതുപോലെ തന്നെ ജോഗ്രഫിയിലേക്കും +1 +2 പഠിക്കുന്നത് എന്താണോ അത് എത്രത്തോളം എഫർട്ട് ഇട്ട് പഠിക്കുന്നോ, PSC ആണെങ്കിൽ പോലും അതിനനുസരിച്ച് നിങ്ങൾക്ക് പിന്നീട് കവർ ചെയ്യേണ്ട സിലബസ് വളരെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് ഞാൻ ഹ്യൂമാനിറ്റീസ് ആണല്ലോ എടുത്തത് എന്ന് പറഞ്ഞൊരു ചിന്തയ്ക്ക് പകരം ഹ്യൂമാനിറ്റീസ് എനിക്ക് കിട്ടി, അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്രയധികം ബെനിഫിറ്റ്സ് ഉണ്ട് എന്നൊരു ചിന്തയിലേക്ക് മാറുക. അത്തരത്തിലൊരു സാമൂഹ്യ ബോധമാണ് നിങ്ങളുടെ മുന്നിലുണ്ട്, ഒരു ഉയർന്ന അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റാണ് നിങ്ങളുടെ മുന്നിലുണ്ട്, അതുമല്ല എങ്കിൽ രാഷ്ട്രീയമാണ്, വക്കീലാണ് ആകേണ്ടത്, ആ രീതിയിലുള്ള പല ആക്ടിവിസ്റ്റ് ആയിക്കോട്ടെ, പല കാര്യങ്ങളുണ്ടല്ലോ, അതിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ജെമ്മാണ്. അതുകൊണ്ട് വിട്ടുകളയരുത്. അങ്ങനെ ഒരു താല്പര്യമുണ്ട് എങ്കിൽ വേറെ എല്ലാ ഓപ്ഷൻസും അടച്ചേക്കണം. മറ്റാരുടെയും തീരുമാനങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ ഉപദേശങ്ങൾക്കും ചെവി കൊടുക്കരുത്. നിങ്ങളാണ് 2 വർഷം പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല. എനിക്ക് തോന്നുന്നു ഇത്തവണ ഹ്യൂമാനിറ്റീസിനൊക്കെ സീറ്റ് കിട്ടാൻ വളരെ അടിപിടിയായിരിക്കും. കാരണം എല്ലാവരുടെയും മൈൻഡ് സെറ്റിൽ ആ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്പ്യൂട്ടർ സയൻസ് ആണ്. അതായത്
പലരും ബയോളജി സയൻസ് ഒക്കെ എടുത്തിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം ഇനി വരുന്ന, അതായത് ഓപ്ഷൻസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് പറ്റരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു AI കാലത്തിലേക്ക് അങ്ങനെ പോകാനാണ് താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും ബയോളജി പഠിച്ചിട്ട് പിന്നീട് മാറിപ്പോകുന്നതിനേക്കാളും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബേസിക്സ് ഉണ്ടാക്കാൻ കമ്പ്യൂട്ടർ സയൻസ് തന്നെ എടുക്കാം. പക്ഷേ അതിന് കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കൂടി അപേക്ഷിച്ചിട്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിഷനൊക്കെ കിട്ടുന്നത്. പക്ഷേ അത് തന്നെ ഫസ്റ്റ് ഓപ്ഷൻസായി കൊടുക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, ഏതെങ്കിലും ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കളഞ്ഞിട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. മറിച്ച് വളരെ കാൽക്കുലേറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഏതൊക്കെ ഓപ്ഷൻസ് കിട്ടിയാൽ തനിക്ക് ഇൻട്രസ്റ്റോട് കൂടി അടുത്ത 2 വർഷം പഠിക്കാൻ സാധിക്കും എന്നൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇനി അങ്ങോട്ട് നമ്മൾ ആപ്ലിക്കേഷൻസും അലോട്ട്മെൻറ്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്തായാലും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. എന്നെ ഇത്രയും നേരം കണ്ടതിന് നന്ദി. തീർച്ചയായിട്ടും കൂടെ കൂടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.